366 ഒക്ടോബർ 1 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ദമാസുസിന്റെ ജനനം സ്പെയിനിലായിരുന്നു. പ്രശസ്തനായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. മിലാനിലെ വിശുദ്ധ അംബ്രോസ് രൂപം നൽകിയതനുസരിച്ച് സങ്കീർത്തനങ്ങൾ 2 ഗണമായി ഒന്നിടവിട്ട് ആലപിക്കുന്നതിന് അനുവാദം നൽകിയത് പാപ്പയായിരുന്നു. ഹീബ്രു സംജാതയിലുള്ള ഹല്ലേലൂയ അദ്ദേഹം ഉപയോഗത്തിൽ വരുത്തി. വിശുദ്ധ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഹീബ്രു ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്തു. തികഞ്ഞ ഭരണതന്ത്രജ്ഞനും ദൈവശാസ്ത്രജ്ഞനുമായിരുന്ന പാപ്പ ഇദ്ദേഹത്തിന്റെ ആത്മീയ പാപ്പാസ്ഥാനം വ്യവസ്ഥാപിതവും സുസ്ഥിരവുമായി നിലകൊണ്ടു. നശിപ്പിക്കപ്പെട്ട ദേവാലയങ്ങൾ പുതുക്കിപ്പണിതും റോമിലെ ഭൂഗർഭശാലകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്തും അവിടുത്തെ ശവകുടീരങ്ങൾ കേടുകൂടാതെ ഭംഗിയായി നിലനിർത്തുവാൻ ശില്പവിദഗ്ധരെ നിയമിക്കുകയും ചെയ്തു. പഴയ പുതിയ നിയമഗ്രന്ഥങ്ങൾ കാനോൻ അന്തിമമായി നിശ്ചയിച്ചത് ദമാസുസ് പാപ്പയാണ്. മാർപ്പാപ്പയുടെ പ്രേരണ മൂലമാണ് വിശുദ്ധ ജെറോം ലാറ്റിൻ വൾഗേറിയറ്റ് ബൈബിൾ മൂലഭാഷകളിൽ നിന്നും വിവർത്തനം ചെയ്തത്. പാപ്പ ഭരണത്തിന്റെ 16-ാം വർഷത്തിൽ തെയോദിയോസ് ചക്രവർത്തി ചരിത്രപ്രസിദ്ധമായ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആ വിളംബരത്തിലൂടെ കത്തോലിക്ക സഭ റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധ പത്രോസ് പഠിപ്പിച്ചതും ദമാസുസ് ശിരസായിരിക്കുന്നതായ വിശ്വാസ സംഹിതയാണ് റോമ സാമ്രാജ്യത്തിന്റെ മതമെന്ന് ചക്രവർത്തി ഉത്തരവിൽ വ്യക്തമാക്കി. മാർപ്പാപ്പയുടെ സ്ഥാനത്തെ ആദ്യമായി പാശ്ചാത്യ സഭയിലെ അപ്പോസ്തലിക സിംഹാസനം എന്ന് വിശേഷിപ്പിച്ചത് ദമാസുസ് പാപ്പയാണ്. ദമാസുസ് പാപ്പ 384 ഡിസംബർ 11 ഈ ലോകത്തോട് വിട പറഞ്ഞു.